വരുന്നു. നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു, അവർക്ക് ജോലി വാങ്ങിച്ചു, അവർക്ക് കാനഡയിൽ പോകണമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെയും കഷ്ടപ്പെട്ട് നമ്മൾ അവിടെയും അയച്ചു. പക്ഷേ അവർക്ക് ഒരു ജോലി കിട്ടി, അവർക്ക് കാശായി കഴിഞ്ഞപ്പോൾ നമ്മളെ വേണ്ടാതായി അവർക്ക്. അതൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു ചേട്ടൻ, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മുടെ മക്കളെ വളർത്തിയത്. നീ പറയുന്നത് സത്യമാണ്. അവർക്ക് ഇപ്പം നമ്മളെ വേണ്ട, കാശായി എല്ലായി, പക്ഷെ നമ്മളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതാ ചേട്ടാ എൻ്റെ പോലും മേടിക്കാൻ പൈസ ഇല്ല. നമ്മളെ എന്ത് ചെയ്യും നമ്മളിനി? ജീവിക്കണമെന്ന് തന്നെ ഇല്ല. ചേട്ടാ നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാലോ? അയ്യോ, അങ്ങനെയൊന്നും പറയാതെ. പക്ഷെ ഒന്ന് ഓർത്താ വേറെ വഴിയില്ല. നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും അറിയില്ല. നമുക്ക് ഒരു നേരത്തെ ആഹാരം പോലും തരാൻ ആരുമില്ല, നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ജീവിക്കും നമ്മൾ? ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ പോയി അവരോട് പറഞ്ഞാലും മക്കളെയൊക്കെ കാനഡയിലും അതൊക്കെയ അവര് പോലും എടുക്കത്തില്ല. അവര് നമ്മളെ പരിഹസിക്കും ചേട്ടാ. ഇത് ആരുടെയും പരിഹാസം നമുക്ക് കേൾക്കണ്ട, നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. അല്ലാതെ വേറെ വഴി ഞാൻ കാണുന്നില്ല. അതേ ഉള്ളു. മരിക്കുന്നെങ്കിൽ മരിക്കാം. ചേട്ടാ എന്റെ തീരുമാനം. മക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. മക്കള് നോക്കും എന്നൊക്കെ വെറുതെ ആയില്ലേ, വെറുതെ ആയില്ലേ. ചേട്ടാ നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം ഇന്നുകൊണ്ട്. നാളെ ഒരു ദിവസം നമുക്ക് വേണ്ട, ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം സന്തോഷത്തോടെ. നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. വഴി കാണുന്നില്ല. ഇനി നമ്മൾ സങ്കടപ്പെടേണ്ട, നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. അവർ സന്തോഷമായി ജീവിക്കട്ടെ. നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് വേറെ വഴിയില്ല. കാനഡയിലുള്ള മക്കള് നമ്മൾ അനാഥ മന്ദിരത്തിൽ പോലും എടുക്കത്തില്ല. ഇനി ഒരു മാർഗമുള്ളു, നമുക്ക് മരിക്കാം, അല്ലാതെ ഒരു വഴിയില്ല. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സന്തോഷമായിട്ട് കൂടി ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് നമുക്ക് മരിക്കാം. മക്കളെ, ഈ അച്ഛനും അമ്മയും ഒരിക്കലും നിങ്ങളെ ശപിക്കത്തില്ല. സന്തോഷമായിട്ട് ജീവിക്കും മക്കളെ, ഒരിക്കലും ശപിക്കത്തില്ല. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും. ഞാൻ കോളയാ, ഇതില് ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ കുടിക്കാം ഒഴിയില്ല. നമുക്ക് സന്തോഷമായിട്ട് മരിക്കാം. നമ്മുടെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കും. മക്കളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ചേട്ടാ എനിക്ക് ഉറക്കം വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ കിടക്കാൻ ഉറങ്ങാം. സുഖമായിട്ട് ഉറങ്ങാം നീ. Mm-hmm.